മഷിയുണ്ടോ? മഷിയോ? ഉണ്ടല്ലോ. അയ്യോ, സോറി. അറിയാതെ തുറന്നപ്പോ ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷിപുരന്റെ ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ചോ? ഇല്ല. ചാന്ത് പൊട്ട് വള റിബണുകൾ, ചാന്ത് പൊട്ട് വള റിബണുകൾ, മാക്സികൾ, ബഹുവർണ്ണ മാക്സികൾ, കംപ്ലീറ്റ് ലേഡീസ് ഐറ്റംസ്, മിക്സിയിൽ അടിച്ചെടുത്ത ചിത്രവാലിയങ്ങൾ, മുന്തിരി ജ്യൂസ്. ഇപ്പൊ അരി വെക്കും, ഇപ്പൊ അരി വെക്കും. ടീച്ചർ, മഷിക്കട പോയോ? അലക്കി നോക്കിയില്ല. ഉടനെ ഇത്തിരി ചുണ്ണാമ്പ് പുരട്ടിയാ മതിയായിരുന്നു. അപ്പൊ ഇത്തിരി ചുമക്കുന്നുള്ളൂ, പിന്നീട് അലക്കുമ്പോ പോവുകയും ചെയ്യും. നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. എന്ത്? അല്ല, സാരിയിൽ മഷി ഒഴിച്ചിട്ടേ. എനിക്ക് ആദ്യമായിട്ട് പറ്റിയൊരു അബദ്ധ, ക്ഷമിക്കണോട്ടോ. ക്ഷമിച്ചാലില്ലെങ്കിലും ചീത്തയായത് എന്റെ സാരിയല്ലേ. എന്താ ശാനത്, കൊറേ നേരം ആയല്ലോ. ഇന്നലത്തെ ബാക്കി ഇരുന്നോട്ടെ. പേനയിൽ വീണതും സാരിയിൽ വീണതും എല്ലാം ചേർത്ത് 1 രൂപയായി കാണുമല്ലോ. എന്താ ശ്രീദേവി ടീച്ചർ പറയണത്? അല്ല, കട തുടങ്ങിയിട്ടേ ഉള്ളൂ, നന്നാവാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് പറയായിരുന്നു. ഇയാള് നന്നാവും. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇയാള് നന്നായിക്കൊള്ളും. ആ കുമാറിന് പ്രാന്താണ് മോനെ, നീ മുറുക്കാൻ എടുക്ക്. ചില്ലറ വൈകുന്നേരം വാങ്ങിച്ചോളാം. അപ്പൊ കുമാരൻ പറയണത് ശരി തന്നെയാണ്. എന്ത്? അല്ല, കുമാരൻ പറയാണ്, കാലത്തും വൈകിട്ടും നാരായണൻകുട്ടിയുടെ കടയില് ഹാജർ വെച്ചിട്ടേ ശ്രീദേവി ടീച്ചർ പോവുള്ളൂന്ന്. ഇല്ലാത്തൊന്നും പറഞ്ഞു പരത്തില്ല എന്റെ ചെട്ടിയാറെ. നാണം പറഞ്ഞുണ്ട്, നാണം പറഞ്ഞുണ്ട്. മഷിക്കറകളാണ് മരുന്നുണ്ട്, വേണോ ആവോ? വേണ്ടപ്പോ പറയാം.
അമ്മൂമ്മയുടെ കച്ചവടം. എന്തേ നിർത്തിയത്? എത്ര കാലായി അമ്മ എന്റെ കുട്ടി ഇതൊന്ന് വായിക്കുന്ന കേട്ടിട്ട്. വന്ദേ മാതരം. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികൾ ഇതാ ആരംഭിക്കാൻ പോകുകയാണ്. ബ്രൈറ്റ്മെൻസ് ക്ലബിന്റെ നെടുന്തൂണായ ലാസർ മുതലാളി ഇപ്പോൾ ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. കലാകായിക പാലക്കാട് നിവാസികളും ബ്രൈറ്റ്മെൻ സംഘങ്ങളും ഞാൻ പറഞ്ഞത് അല്ല പ്രഖ്യാപിച്ചത് ഒട്ടും അതിശോക്തിയല്ലെന്ന് നിങ്ങൾക്ക് നമുക്ക് ആണുങ്ങൾക്ക് വേറെ മത്സരങ്ങൾ മത്സരങ്ങൾ മത്സരങ്ങൾ. പങ്കെടുക്കുന്നവരെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ഒരു ചെറിയ ടീസ്പൂണിൽ ചെറുനാരയുമായി ഇതാ 5-6 വനിതകൾ മത്സരിക്കാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ്. മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോരുത്തരും ശക്തമായി മുന്നേറുകയാണ്. എല്ലാവരും ജയിക്കുന്ന ലക്ഷണമാണ്. മിസ്സിസ് മേനോൻ മുന്നിലുണ്ട്. അതാ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, മിസ്സിസ് മേനോൻ കീഴോട്ട് പോയി. ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് ഹേമയാണ്. പരാജയം ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനിയും മത്സരങ്ങൾ അവരെ കാത്തിരിക്കുന്നു.
റൊമാൻസ് കുമാരൻ എന്നിവർ നിങ്ങളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ശക്തമായി മുന്നേറുകയാണ്. ഇതാ ലാസർ മുതലാളി ഓടിക്കൊണ്ടിരിക്കുന്നു. നിലം പതിച്ചു, ചെരിഞ്ഞാണ് വീണത്. റൊമാൻസ് കുമാരൻ ജയിച്ചിരിക്കുന്നു. വീണിടം വിദ്യാക്കാനുള്ള ലാസർ മുതലാളിയുടെ കഴിവിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. വിജയായ റൊമാൻസ് കുമാറിനെ ഒരു നാരങ്ങ കൊടുത്താരെങ്കിലും അടുത്തതായി രണ്ട് മല്ലന്മാർ തമ്മിലുള്ള മൽപ്പിടുത്ത മത്സരം. കണ്ണുകെട്ടിയാണെങ്കിലും അവരുടെ ചലനങ്ങൾ നിങ്ങൾ വീക്ഷിക്കുക. പരസ്പരം കാണാൻ വയ്യെങ്കിലും അവരുടെ മത്സരം നിറവേറുകയാണ്. പരസ്പരം കാലുവാരാൻ ശ്രമിക്കുകയാണ്. എവിടെ എവിടെ? അയ്യോ, കൈ വീഴുന്നതോ